ഒരോളം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ സദാശിവം വന്നിരിക്കുന്നത്. സാർ ഞങ്ങൾ ക്രിട്ടിക്സ് ആണ്. ഞങ്ങൾ പറയുന്നത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണോ? നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാവുന്നില്ല. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. നിങ്ങൾ റെഡിയാവുന്നില്ല. അതാ നിന്റെ വിഷമം. നിങ്ങൾ ഇത് തന്നെയാ ഫുൾ ടൈം മൂവിൽ ഇത് അല്ലെങ്കിൽ ഇത് തന്നെയാ. വേണ്ട വേണ്ട ഇവനെ വിട്ടുകളി. സാറിന്റെ സിനിമ സാറിനെ ആരാധിക്കുന്നതുകൊണ്ടോ അല്ലാതെ ഇഷ്ടം കൊണ്ടോ അല്ല. ആണോ? കൊഞ്ചം അങ്ങ പാറുക്കണ്ണ. സന്തോഷ് പണ്ഡിറ്റ് ഫാൻസ് അസോസിയേഷന്റെ ആരാണ്? ഞാൻ പുതിയൊരു ഫാൻസ് അസോസിയേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം എന്റെ കൂടെ ഉണ്ട്. എല്ലാവരും ഉണ്ട്. ഞങ്ങൾ ഒരുപാട് പേരുണ്ട്. വെരി ഗുഡ് വെരി ഗുഡ്. എന്ത് പറ്റി? കുറച്ചു മുമ്പ് 7 മുഴം നീളമായിരുന്നല്ലോ നിന്റെ നാക്കിന്. നിന്റെ ഭാവം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു നീ എന്നെ ഉരുട്ടി ചവിട്ടി പിടിച്ച് അങ്ങ് കുടിച്ച് കളയുമെന്ന്. മിസ്റ്റർ സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞത് നത്തിങ് വൾഗർ ഇൻ ഈ മൂവി അല്ല, അങ്ങനത്തെ എന്തോ ഒന്നും ഇല്ലെന്ന് പറഞ്ഞു മൂവിയില്. പക്ഷെ ഇപ്പോഴത്തെ ഇപ്പൊ ഇറങ്ങിയ സിനിമയുടെ പോസ്റ്റർ ഞാൻ കഴിഞ്ഞ ഇന്നലെ ഞാൻ വന്നോണ്ടിരിക്കുമ്പോ കണ്ടു. അത് എന്തൊരു വൾഗർ പോസ്റ്റർ അത്. ഒരു പെണ്ണ് ബൈക്കിന്റെ മുകളിൽ ഇത്രയുള്ള സ്കേർട്ട് കാലും പൊക്കി കിടക്കുന്നു. ബാക്കിയുള്ള നടിമാരൊക്കെ പറഞ്ഞിട്ടാണോ അഭിനയിക്കുന്നത്? എന്റെ ഭാഗത്തും തെറ്റുണ്ട്. ഞാനത് ചോദിക്കരുതായിരുന്നു. സത്യം പറഞ്ഞ ഒരു കാര്യം പറയട്ടെ, എത്രയോ ഹിന്ദി സിനിമകളിൽ ഇംഗ്ലീഷ് സിനിമകളിൽ അതിനേക്കാളും മോശപ്പെട്ട പോസ്റ്ററുകളില്ലേ? അങ്ങനെ പറഞ്ഞു കൊടുക്കണ രമണ. പോസ്റ്റർ നല്ല പ്രശ്നം. പോസ്റ്ററല്ല അതല്ലല്ലോ ഇങ്ങോട്ടൊന്നും പണയണ്ട. ഇതിൽ താങ്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ താങ്കൾ ഇനിയും കുറച്ചുകൂടി മുമ്പോട്ട് പോകാനുണ്ട്. ഒരു സിനിമ 2 സിനിമയല്ലേ കഴിഞ്ഞുള്ളൂ. അതെ, മനുഷ്യന്റെ ക്ഷമയ്ക്കൊക്കെ ഒരു അതിരുണ്ട്. മനുഷ്യൻ കഷ്ടപ്പെട്ട് 18 ജോലി ചെയ്തിട്ട് അയാളെങ്കിലും കഴുകന്മാരെ മാത്രം ചെലവാക്കി. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ പൊട്ടനാ? ഒരു കാര്യമുണ്ട്, 100 ജന്മം ജനിച്ച 5 ലക്ഷത്തിന് സിനിമ ഞങ്ങൾക്ക് വെച്ചു. കലാപരമായിട്ട് എന്തേലും കഴിവുണ്ടോ? ഒന്നിനും കഴിവില്ല എനിക്ക്. നിങ്ങൾ ഒരാളെ പേര് എല്ലാവരും പരിപാടി കാണാൻ പോകുന്നത് സന്തോഷ് പണ്ഡിറ്റിന്റെ പേരിൽ ഇത് നല്ല ഹിറ്റാവും. അത് ശരിയാ, അത് ശരിയാ. ഇപ്പൊ തന്നെ എല്ലാം സത്യം. നിങ്ങളിങ്ങനെ കുറെ ഞങ്ങൾ അത് പഠിച്ച കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി റോഡിൽ ഓക്കെ ബൈ. പോയിട്ട് വരാം.